അങ്ങനെ നമ്മൾ സീതാർകുണ്ട് വാട്ടർഫോൾസ് കണ്ടിട്ട് അവിടെ നിന്ന് ഇപ്പോൾ മാംഗോ വില്ലേജ് പറഞ്ഞ ഒരു റിസോർട്ടിലേക്ക് പോവാണ്. അവിടെ നിന്ന് സീതാർകുണ്ട് വാട്ടർഫോൾസിൽ നിന്ന് ഒരു കിലോമീറ്റർ. അപ്പോൾ ആ റിസോർട്ടിൽ പോണ വഴിയാണിത്, മണ്ണറ്റ വഴി. അപ്പുറം ഇപ്പുറം ഫുള്ള് മാവായിട്ട് മാംഗോ ട്രീസ്, ഫുൾ മാംഗോ ട്രീസാണ്. നല്ല ഗ്രീനറി ആയിട്ട് കിടക്കണ കാണാം. അവിടെ ഗേറ്റിൽ നിന്ന് റിസോർട്ടുണ്ട്. 700 മീറ്റർ ഉണ്ട്. അപ്പോൾ 700 മീറ്റർ മൊത്തം ഈ മണ്ണിട്ട വഴി തന്നെയാണ്. ഇപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഇപ്പോൾ റിസോർട്ടിൻ്റെ ഉള്ളിൽ കയറാണ്. ഇതാണ് റിസോർട്ടിൻ്റെ എൻട്രൻസ്, മെയിനായിട്ട് റിസപ്ഷനുള്ള ഭാഗം. ഇവിടെ കുറേ സാധനങ്ങൾ, ഫ്രൂട്ട്സൊക്കെ, സ്നാക്സൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. അതാണ് റെസ്റ്റോറൻറ്റ്. ബഫേ മാത്രമല്ല ഇവിടെ. ഈ മാംഗോ വില്ലേജ് എന്ന് പറയുന്ന റിസോർട്ട് മൊത്തം 45 ഏക്കറിൽ പണിത റിസോർട്ടാണ്. ഇതൊരു ആയുർവേദിക് റിസോർട്ട് കൂടിയാണ്. ഇത് കണ്ട നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ലോണും തെങ്ങും തോപ്പും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ റൂംസിൻ്റെ കാര്യം പറഞ്ഞാൽ ഡ്യൂലക്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ പ്രീമിയം ഉണ്ട്. നമ്മൾ മഴക്കാലം കഴിഞ്ഞ് ജസ്റ്റ് വന്ന കാരണം നല്ല ഗ്രീനറി ആയിട്ട് കിടക്കുന്നുണ്ട് ഒക്കെ. പിന്നെ അതേപോലെ കിളിക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിളിക്കൂടിൽ തന്നെ മൊയിലിട്ടിട്ടുണ്ട്. നല്ല കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള കിളിക്കൂടാണ് ഇവിടുത്തെ. പിന്നെ ആ ഭാഗത്ത് നോക്കിയ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ ടൈം പാസുകളും. പിന്നെ ഇവിടെ സ്ലൈഡൊക്കെ കാണാം. എല്ലാം മാംഗോ മരത്തിൻ്റെ അടിയിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മൾ ജസ്റ്റ് സീതാർകുണ്ട് വാട്ടർഫോൾസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മാംഗോ വില്ലേജ് എന്ന് പറഞ്ഞ റിസോർട്ട് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൽ ഫുഡ് ഉണ്ടോയെന്ന് ലഞ്ച് കഴിക്കാൻ കയറിയതാണ്. ലഞ്ചൊക്കെ കഴിച്ചു. നല്ല നാടൻ ചിക്കൻ കറി, വെജിറ്റബിൾ കറീസും പിന്നെ ചോറും പൊറോട്ടയൊക്കെ കഴിച്ച് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാം. വന്ന വഴിക്കോടെ തന്നെ കണ്ട ഓഫ് റോഡ് പോലെ വഴി, ഫുള്ള് മരം, ഫുള്ള് മണ്ണാണ്. പിന്നെ ഫുള്ള് മാംഗോസ്. അപ്പുറത്ത് ഇപ്പോൾ മാംഗോ ട്രീസ് മാത്രമുള്ളൂ. ഇവിടെ ഇപ്പോൾ അത് നിറച്ച് കൃഷിപ്പാടൊക്കെ കാണാം. നിറച്ച് നെൽകൃഷിയാണ്, ഫുൾ നെൽകൃഷി. ഇതാണ് കൊല്ലംകോടിൻ്റെ പ്രത്യേകത. കൊല്ലംകോട് നെന്മാറ ഏരിയ ആണ് ഇതൊക്കെ മൊത്തം. ഇപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വണ്ടി നിർത്തിയാണ്. ഇവിടെ നല്ല ഫ്രഷ് നാടൻ ഒറിജിനൽ പച്ചക്കറി, നാടൻ സാധനം. മറ്റേ ലേഡീസ് ഫിംഗറും ബീൻസ് കരിയും കാണാം. ചെറിയ കട, അതിൻ്റെ മുന്നിൽ മൊത്തം കൃഷിപ്പാടാണ്. ഇതാണ്
അതാണ് ഈ ചെറിയ കട, നമ്മൾ പച്ചക്കറി വാങ്ങുന്ന കട. നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ മലയുടെ അറ്റം വരെ കണക്കിന് 2 സൈഡിലും നെൽകൃഷിയാണ്. അത്രയധികം നെൽകൃഷിയുണ്ട്. കേരളത്തേക്ക് പകുതി അരി വരുന്നത് ഇവിടെ നിന്നാന്ന് തോന്നുന്നു. പിന്നെ അരി മൊത്തം ഗോൾഡ് കളറായിട്ടിരിക്കുന്ന കാണാം. കുറച്ച് കഴിഞ്ഞാൽ വിളവെടുപ്പിൻ്റെ കാര്യമായി. അവിടെ എത്ര ഭംഗിയാന്ന് നോക്ക്. അതിൻ്റെ ഇടയിൽ ഓരോ പനമരങ്ങളും നല്ല അടിപൊളിയായിരിക്കുന്നുണ്ട് സംഭവങ്ങൾ. നല്ല കാണാൻ നല്ല രസമുള്ള ഏരിയ. ഈ മുന്നിൽ കാണുന്നത് കുറേ ആൾക്കാർ നിൽക്കണ കാണാം. ഇതൊരു ഫേമസ് ആയ ചായ കടയുണ്ട്, ചെല്ലപ്പേട്ട ചായ കട, കൊല്ലങ്കോട്ടുള്ളത്. ആൾക്കാർ കുറച്ച് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇവിടെ ഈ ചെറിയ ചായക്കടയിൽ. ഇതിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറുന്നതാണ്. നമ്മളിപ്പോൾ കൊല്ലങ്കോട്ടിൽ നിന്ന് ചിങ്ങഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നേക്കാം. കൊല്ലങ്കോടിൻ്റെ ഭാഗം തന്നെ അവിടെ ഒരു കറുപ്പുസ്വാമി ക്ഷേത്രമുണ്ട്, അത് കാണാൻ വന്നേക്കാം. അവിടെ ഒരു കുളം കാണാം, ബാക്ക്ഗ്രൗണ്ട് കണ്ട സൂപ്പർ. ഇതാണ് നെല്ലിയാമ്പതി ഹിൽസ്. അതിൻ്റെ അടിയിലാണ് ഈ സംഭവം, ഈ ക്ഷേത്രം. നമ്മളിപ്പോൾ നടന്ന് കാവ് കണ്ട, കാവിൻ്റെ ഉള്ളിലാണ് ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ എന്തോ പരിപാടി നടക്കണമെന്ന് തോന്നും. കുറേ ബൈക്ക് വണ്ടികളൊക്കെ ഇരിക്കണം കാണാം. അറിയില്ല എന്താ പരിപാടിയെന്ന്, നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരു ക്ഷേത്രം കാണാം, ഒരു ചെറിയ കടയുണ്ട്. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കാരണം ഇത് ശരിക്കുള്ള ക്ഷേത്രമല്ല, ഇത് തെർമോക്കോൾ സെറ്റാണ്. സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സെറ്റാണിത്. നമ്മളാദ്യം വിചാരിച്ചത് ക്ഷേത്രമാണ്. ഇത് ഏത് സിനിമയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിന് പണിത സെറ്റാണ്, തെർമോക്കോൾ കൊണ്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് പണിതുണ്ട് ഇവർ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ആൽമരം കാണാം, 2-3 ഉണ്ട് ആൽമരം വലുത്. ഇവിടെ വേറൊരു സംഭവം കാണാം. ഈ ആൽമരത്തിൽ വീടുകൾ തൂക്കിയിട്ട് കാണാം. വീടുകളിലെ ചെറിയ ചെറിയ സ്ട്രക്ചറുകൾ. അതെന്തിനാന്ന് വെച്ചാൽ വീട് പണിയും ഇവർക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് ഒരു വീടുകൾ തൂക്കിയിട്ടേക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും എന്തോരം വീടുകൾ ഇവരെ ഈ ആൽമരത്തിൽ തൂക്കിയിട്ട് കാണാം. ഈ ആൽമരത്തിൻ്റെ ഉള്ളിലാണ് പ്രതിഷ്ഠയിരിക്കുന്നത്. ഇവരുടെ പ്രതിഷ്ഠയുടെ പേര് കറുപ്പുസ്വാമി എന്നാണ്. ഈ കറുപ്പുസ്വാമി എന്ന് പറഞ്ഞ പ്രതിഷ്ഠ മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും ആരോഗ്യം തരുന്ന പ്രതിഷ്ഠയാണ്. ഇവിടെ പണ്ട് മൃഗങ്ങളൊക്കെ ബലി കൊടുത്തിരുന്ന സ്ഥലങ്ങളാണെന്ന് പറയുന്നത്. അവിടെ പ്ലീസ് ഡു നോട്ട് ടച്ച് എന്ന് എഴുതിയ കാരണം ഇത് തെർമോക്കോൾ ഉണ്ടാക്കിയതാണ് സിനിമയ്ക്ക് വേണ്ടി. സിനിമ കഴിഞ്ഞവർ ഇത് ഊരി കൊണ്ടുപോയില്ല. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.